അഊദുബില്ലാഹിമിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന സമയത്ത് എത്രയായിരിക്കും അള്ളാഹു നമുക്കതിന് പ്രതിഫലം നൽകുക എന്നത് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അള്ളാഹു ഇതിന് എത്രയാണ് എനിക്ക് പ്രതിഫലം നൽകുക, അല്ലെങ്കിൽ ഒരു കർമ്മം, ഒരു നല്ല കാര്യം, ഒരു സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് അള്ളാഹു ഇതിന് എനിക്ക് എത്രയാണ് പ്രതിഫലം നൽകുക, എങ്ങനെയാണ് ഇതിന് എനിക്ക് അള്ളാഹു പ്രതിഫലം നൽകുക എന്ന് ചിലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്തത്ര മനോഹരമാണ് അതിൻ്റെ ഉത്തരം. എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാത്തത്ര വിശാലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് പ്രതിഫലം നിശ്ചയിക്കുക. ഇതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ, നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന, സത്യവിശ്വാസികളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ഉദാഹരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ഉദാഹരണം ഇന്ന് നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് ബഖറയിലെ ആയത്താണത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവരുണ്ടല്ലോ, അവർ ധനം ചെലവഴിക്കുന്നതിനെ നമുക്ക് ഇപ്രകാരം ഉപമിക്കാവുന്നതാണ്, ഉദാഹരണമായി പറയാവുന്നതാണ്. ഒരു ധാന്യമണി വിതച്ചു, അതിൽ 7 കതിരുകൾ ഇട്ടു, ഓരോ കതിരിലും 100 മണികൾ. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരുടെ, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ കർമ്മത്തെ ഇപ്രകാരം ഇരട്ടിയാക്കി കൊടുക്കുന്നു. അള്ളാഹു വിശാലഹസ്തനും എല്ലാം അറിയുന്നവനുമല്ല. ഇത് അതിമനോഹരമായ ഒരു ഉദാഹരണമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, വേറൊരു മനുഷ്യൻ്റെയും പ്രതിഫലം ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വലിയ കൊടുക്കുന്നവനാണെന്ന് കരുതാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർക്കുള്ള ഒരു ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അത് നിങ്ങൾ ഒരു ധാന്യം വിതച്ചു. അങ്ങനെ ആ ധാന്യം വിതച്ചപ്പോഴേ അതിനെന്ത് ചെയ്തു? 7 കതിരുകൾ ഉണ്ടായി. ആ 7 കതിരിലും 100ഓളം ധാന്യമണികൾ ഉണ്ടായി. ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു ചെറിയൊരു ധാന്യമണി നമ്മൾ എന്ത് ചെയ്തു? വിത്ത് പാകി. അതിമനോഹരമായ പച്ച പുൽപ്പാടം നമ്മൾ കാണണം. ആ പാടത്ത് ആളുകൾ ഇങ്ങനെ വിത്ത് ഇറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ചിലപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുണ്ട്. ചെറിയ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ വിത്തെറിയുന്ന കർഷകന്റെ പടം കാണാറുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിത്തെറിയുന്നു. ഇങ്ങനെ ആ കർഷകൻ വിത്തെറിഞ്ഞു. ഒരു വിത്തിൽ നിന്നും 7 കതിരുകൾ ഉണ്ടായി. 7 കതിരുകളാണ് ഉണ്ടായത്. ഓരോ കതിരിലും എന്ത് ചെയ്യുന്നുണ്ട്? 100ഓളം ധാന്യമണികളുമുണ്ട്. അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എറിഞ്ഞത് ചെറിയൊരു വിത്താണ്, പക്ഷേ അതിൽ നിന്നും ഉണ്ടായത് 7 കതിരിലുമായിട്ട് 700ഓളം ധാന്യമണികളുണ്ടായി. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന പ്രതിഫലം എന്നാണ് പറയുന്നത്. ഇത് എത്രമാത്രം അതിമനോഹരമായ ഒരു ഉപമയാണല്ലേ. നമ്മൾ ഒരു കുഞ്ഞു നന്മ ചെയ്താൽ മതി, ഒരു ചെറിയ നന്മ ചെയ്താൽ മതി, ചെറിയ ഒരു പണം അള്ളാഹുവിൻ്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെലവാക്കിയാൽ മതി, അതിന് അള്ളാഹു ഇരട്ടിയായിട്ട് നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത്. ഈ ആയത്തൊന്ന് പരിശോധിച്ചേക്കാം. ചില വാക്കർത്ഥം നമ്മൾ പഠിക്കണം. മാല് അൻവാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അംവാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ധനം എന്നാണ് അർത്ഥം, അല്ലെ? അൽമാലു വൽ ബനൂൻ എന്ന് പറയുന്നത് സമ്പത്തും സന്താനവും. അംഫഖ യുംഫിഖു എന്നൊക്കെ പറഞ്ഞാൽ ചിലവഴിക്കുക. സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യൻ. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ധാന്യമണി എന്നാണ്. സബ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. അങ്ങനെ 7 നെൽക്കതിരുകൾ ഉണ്ടാകുന്നു. ഫീ കുല്ലി സുംബലത്തിൻ, എല്ലാ കതിരിലും 100 ഹബ്ബ, 100ഓളം ധാന്യമണികൾ. അല്ലാഅഫ യുളാഇഫു എന്നൊക്കെ പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക, വീണ്ടും പെരുക്കി കൊടുക്കുക. യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലഹസ്തനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശാലമായി കാര്യങ്ങൾ കാണുന്നവനാണ്, വിശാലമായിട്ട് പ്രതിഫലം നൽകുന്നവനാണ്, അലീം, എല്ലാം അറിയുന്നവനുമാണ്. ഇത് നമുക്കുള്ള ഭയങ്കരമായൊരു മോട്ടിവേഷനാണ്, അല്ലേ? ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ചെറിയൊരു ചെടി നട്ടു എന്ന് വിചാരിക്കുക. ഒരു കുഞ്ഞു തൈ നട്ടു. ആ തൈ വളർന്ന് വലിയ മാവായി.
ആ മാവിൽ നിറയെ എന്ത് ചെയ്തു? മാമ്പഴം പിടിക്കുകയാണ്. അങ്ങനെ ആ മാമ്പഴം അണ്ണാന്മാരും പിന്നെ കാക്കകളും ഒക്കെ ഭക്ഷിക്കാമെന്ന് വിചാരിക്കാം, മനുഷ്യരും ഭക്ഷിക്കുമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഭക്ഷിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ വലിയ മരത്തിന്റെ ചുവട്ടിൽ നടന്ന് തളർന്ന് ക്ഷീണിച്ച ഒരു മനുഷ്യൻ ഇരിക്കുകയെന്ന് വിചാരിക്കാം. ആ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു കുളിരുണ്ടല്ലോ, ആ ക്ഷീണം മാറിയതിൻ്റെ ഒരു സന്തോഷം, ആ സന്തോഷത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇരട്ടിയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജാരിയായ സദഖ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ജാരിയായ സദഖ? നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ഇവിടെ അക്കൗണ്ട് ആരാണ് എഴുതി വെക്കുന്നത്? നമ്മുടെ വലത്തെ അറ്റത്തുള്ള ചുമലിൽ ഒരു മലക്ക് നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക്, നന്മയുടെ പട്ടികയിലേക്ക്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്ക് എന്ത് ചെയ്യും? കർമ്മങ്ങളുടെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മദ്രസയിലേക്ക് കുറച്ച് പൈസ കൊടുക്കാന്ന് വിചാരിക്കാം. എന്നിട്ട് പറയാണ് കുട്ടികൾക്ക് ഇരിക്കാൻ ബെഞ്ചൊന്നുമില്ല, ആ ബെഞ്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, കുറച്ച് ബെഞ്ച് വാങ്ങണം. അങ്ങനെ കുറച്ച് ബെഞ്ച് വാങ്ങാൻ കുറച്ച് പണം നമ്മൾ ചെലവഴിച്ചു. എങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയാലും ആ ബെഞ്ചിൽ എക്കാലം എത്ര കുട്ടികൾ ഇരിക്കുന്നുണ്ടോ, ആ കുട്ടികൾ ഇരുന്നവിടെ പഠിക്കുന്ന കാലത്തോളം ആ പഠിച്ചതിൻ്റെ പ്രതിഫലം നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു ചെറിയ ധാന്യം നിങ്ങൾ വിതച്ചാൽ മതി, ഒരു ചെറിയ നെന്മണി നിങ്ങൾ വിതച്ചാൽ മതി, അത് പിന്നെ 7 കതിരിടും, ആ 7 കതിരിലും 100 കണക്കിന് നെന്മണികൾ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞു നന്മക്ക് അള്ളാഹുവിൻ്റെയും ഇരട്ടി ഇരട്ടി പ്രതിഫലം തീർച്ചയായിട്ടും നൽകുക തന്നെ ചെയ്യും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അതെങ്ങനെ ചെലവഴിക്കണം എന്നതൊക്കെ തുടരെ വരുന്ന ആയത്തുണ്ട്. അതിലും അതിമനോഹരമായ അടിപൊളി എന്നൊക്കെ നമ്മൾ പറയല്ല, അത്രക്കും അടിപൊളിയായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. മറ്റുള്ളവർ കാണാൻ വേണ്ടി പണം ചെലവഴിച്ച ആളുകൾക്ക് ഇതെങ്ങനെ നഷ്ടപ്പെടുക എന്നതൊക്കെ നമ്മളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന അതിമനോഹരമായ ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതൊന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നു അല്ലേ, നമ്മുടെ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട്, കൂട്ടുകാരനോട് ചിരിക്കുന്നു, അല്ലെങ്കിൽ വഴിയാത്രക്കാരനോട് ചിരിക്കുന്നു, അതിന് പ്രതിഫലമുണ്ടോ? എന്താ പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ഒരു സ്വതക്ക, അതിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമായ ഒരു മനുഷ്യൻ ബസ്സിലേക്ക് കയറാമെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഇരിക്കാൻ നമ്മൾ സീറ്റ് കൊടുക്കുകയാണ്, എഴുന്നേറ്റ് നിന്ന് സീറ്റ് കൊടുത്തു, എങ്കിലും അതിന് പ്രതിഫലമുണ്ടോ? ഉണ്ട്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് പ്രയാസപ്പെടുന്ന അത്രയും സമയം നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകും. എന്ന് പറഞ്ഞാൽ അള്ളാഹു കുടുസായിട്ടല്ല നമുക്ക് പ്രതിഫലം നൽകുക, ഇങ്ങനെ പിടിച്ചു വെച്ച് പിശുക്കിക്കൊണ്ടല്ല പ്രതിഫലം നൽകുക, മറിച്ച് അള്ളാഹു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും, നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഇരട്ടി ഇരട്ടി ഇരട്ടിയാണ് നമുക്ക് നാഥൻ പ്രതിഫലം നൽകുക. ഇതുപോലെ നിങ്ങൾ ഒരു ധാന്യം വിതക്കുന്നു, ഒരു ചെറിയൊരു മണി, ധാന്യമണി, ഒരു ചെറിയ നെന്മണി നിങ്ങൾ വിതക്കുന്നു, അതിൽ നിന്നും 100 കണക്കിന്, ആയിരക്കണക്കിന്, നിങ്ങൾ ഒരുപാട് കുറച്ചു നെന്മണികൾ വിതക്കുമ്പോഴേ ഒരു അതിമനോഹരമായ ഒരു വയലിൽ നിറഞ്ഞു നിൽക്കുന്ന നെന്മണികൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്രയും ഉണ്ടാവും. അതുപോലെയാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുക എന്നർത്ഥം. അപ്പോൾ ഈ ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായി ചിലവഴിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ. അപ്പോൾ നമ്മൾ പറയും നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്നല്ല, പൈസ മാത്രമല്ല, ഒരു പുഞ്ചിരി സദക്കയാണ്. മാതാപിതാക്കളോട് പറയുന്നൊരു നല്ല വർത്തമാനം സദക്കയാണ്. സുഹൃത്തുക്കളോട് പറയുന്ന, അവർക്ക് കൊടുക്കുന്ന ഒരു കുഞ്ഞു സഹായം, ചെറിയൊരു സഹായം, അവരുടെ പെൻസിൽ പേന താഴെ വീണ അത് എടുത്തു കൊടുക്കുന്നതും വരെ അല്ലേ, വാട്ടർ ബോട്ടിൽ നിന്നും വെള്ളം ഷെയർ ചെയ്യുന്നത് വരെ, വഴിയാത്രക്കാരന് വഴി പറഞ്ഞു കൊടുക്കുന്നത് വരെ, എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്നും ഒരു തടസ്സം, ഒരു കുപ്പിച്ചില്ല് മാറ്റുന്നത് വരെ, എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഏറ്റവും മൈന്യൂട്ടായ കർമ്മങ്ങളിലും അള്ളാഹു നമുക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകും എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അതിമനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ഉദാഹരണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ധനം സമ്പാദിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനും ഇത് എന്താണ്, ഒരു മോട്ടീവാണ് അല്ലേ. നമ്മൾ ചിലപ്പോഴും വിചാരിക്കും, പാരൻസ് നമ്മളോട് ചില ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചോദിക്കും. അപ്പോൾ ആ ഹെൽപ്പുകൾ സഹായിക്കുന്ന ചിലപ്പോൾ നമുക്ക് മടിയുണ്ടാകും അല്ലേ. അങ്ങനെ മടി കൂടാതെ
മാതാപിതാക്കളെ സഹായിക്കാൻ, കൊച്ചനുജന്മാരെ അനുജത്തിയെ സഹായിക്കാൻ. വീട്ടിലെ നമ്മുടെ ഉമ്മമ്മയോ ഉപ്പുപ്പയോ വൃദ്ധ മാതാപിതാക്കൾ ഉണ്ടാകും. അവരിപ്പോൾ ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുക ചെറിയ ചെറിയ സഹായമായിരിക്കും. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോളെ, ഒന്ന് ആ വാതിലടക്കോ, അല്ലെങ്കിൽ ആ ജനലൊന്ന് അടക്കോ, അല്ലേ, അല്ലെങ്കിൽ ആ ഫാനൊന്ന് ഓഫാക്കോ. ഇത്തരം ചെറിയ ചെറിയ സഹായങ്ങളായിരിക്കാം. പക്ഷെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മനോഹരാക്കിയാൽ അതെത്ര ചെറുതാവട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്ര ഇരട്ടി ഇരട്ടി നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നാണ്. നേരത്തെ ഞാൻ ഒരു മരം നടുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ആ മരം നട്ട് അതിൽ നിന്നും കായ്ക്കനികൾ ആളുകൾ ഭക്ഷിക്കുന്നത്ര, അത് പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന് അല്ലാഹു ഇരട്ടി ഇരട്ടിയാണ് പ്രതിഫലം നൽകുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ എന്ത് ചെയ്യണം? മനോഹരമാക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ, പ്രാർത്ഥന കൊണ്ട് നാഥ ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകിയ നിനക്ക് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫ്രഷ് മൈൻഡോടുകൂടി എഴുന്നേൽക്കുന്നു. അള്ളാഹുവിന് നന്ദി പറയുന്നു. പിന്നീട് ബ്രഷ് ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നു. കണ്ണാടി നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അല്ലേ, എത്ര മനോഹരിയാണ്, അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് നീ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, ഇതുപോലെ നീ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കണേ എന്ന് പറയുന്നു. എന്നിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് പ്രാർത്ഥനയോടുകൂടി കയറുന്നു, പ്രാർത്ഥനയോടുകൂടി ഇറങ്ങുന്നു. ഇങ്ങനെ നമ്മളൊന്ന് നമ്മുടെ ഒരു ദിവസത്തെക്കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. അതിമനോഹരമായി മറ്റുള്ളവരെ സഹായിക്കുന്ന, പിന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനോട് നന്ദി പറയുന്ന ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല മനുഷ്യനെയാണ് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളാകുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കാര്യഗൗരവത്തോടു കൂടി ഒന്നുകൂടി സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിനെ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ആഴത്തിൽ പഠിച്ചു നോക്കുക. ഇത് ധാന്യമണിയെക്കുറിച്ച് മാത്രമല്ല, അതൊരു മരമാവട്ടെ, അതൊരു എന്തുമാവട്ടെ, അതൊരു ഫലവൃക്ഷമാവട്ടെ, അത് നമ്മൾ ചെയ്യുന്നൊരു കുഞ്ഞു സഹായം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ഇപ്പം നമ്മളൊരു വഴിയിൽ കാണുന്ന ഒരു മനുഷ്യനെ ഒരു 100 രൂപ സഹായിക്കുന്നത് വിചാരിക്കാം. ചിലപ്പോൾ ആ മനുഷ്യൻ്റെ മാത്രം വിശപ്പടങ്ങാനുള്ള കാര്യമായിരിക്കില്ല. ആ മനുഷ്യൻ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ മനുഷ്യൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ആ കുഞ്ഞു മക്കൾക്കുണ്ടാകുന്ന സന്തോഷം അവരുടെ വിശപ്പായിരിക്കും മാറുക, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക? നിവർത്തിച്ചു പോരുക. അപ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ വൃദ്ധവരായ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കും ഈ മനുഷ്യൻ ഭക്ഷണം കൊണ്ടുപോവുക, അപ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. ഇങ്ങനെ കണ്ണിയായിട്ട് ചെയിനായിട്ട് ആ നന്മകൾ എന്ത് ചെയ്യും? വേറെ മറ്റു പലതിലേക്കും എത്തും. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അള്ളാഹു അതാണ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കാത്തത്ര പ്രതിഫലങ്ങൾ നമ്മുടെ കർമ്മത്തിലൂടെ, ധനം ചെലവഴിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് മനുഷ്യരിലേക്കും ഒരുപാട് നന്മയിലേക്കും അതിങ്ങനെ ചെയിനായിട്ട് പോകും. ഇതുപോലെ ഒരു ധാന്യമണിയിൽ നിന്നും 700ഓളം ധാന്യമണികൾ ഉണ്ടാകും പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഉദാഹരണങ്ങൾ ഗൗരവത്തിൽ പഠിക്കാൻ, അത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ, ധാരാളം നന്മകൾ ചെയ്യാൻ, ഒരു മനുഷ്യന് രഹസ്യമായിട്ട് ഒരു സമ്പത്ത് ചിലവഴിക്കുമ്പോൾ, ഒരു പണം കൊടുക്കുമ്പോൾ, അതെത്ര ചെറുതാവട്ടെ, നമ്മളാൽ കഴിയുന്ന സഹായമാവട്ടെ, പക്ഷെ അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി കൂട്ടുവാൻ ഈ ആയത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ. അള്ളാഹു അത്തരത്തിൽ തന്നെ ഇത്തരം ഉദാഹരണങ്ങളെ നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ തന്നെ മനോഹരമായ ഉദാഹരണങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി